കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ഈ ക്രിസ്മസ് ദിവസത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് തിരുവചനവുമായി വരുവാൻ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്കും, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ ക്രിസ്മസ് ദിനത്തിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, എന്താണ് ക്രിസ്മസ്? സർവ ജനത്തിനും ഉണ്ടായ ഒരു മഹാസന്തോഷമാണ് ക്രിസ്മസ്. എന്താണ് ആ സന്തോഷം? ക്രിസ്മസ് ദിനത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും പലരും ഈ ലോകപരമായി പല കാര്യാദികളിൽ സന്തോഷം കണ്ടെത്തുവാൻ, മദ്യപാനം തുടങ്ങി മറ്റു പല പ്രവൃത്തികളിലൂടെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. എന്നാൽ എന്താണ് യഥാർത്ഥ സന്തോഷം? ദൂതൻ പറയുന്നു, കർത്താവായ ക്രിസ്തു 2024 വർഷങ്ങൾക്ക് മുൻപ് ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിൽ ജനിച്ചതുപോലെ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ജനിച്ചിട്ടില്ലെങ്കിൽ, അതേ ക്രിസ്തുവിന്റെ ജനനം നിങ്ങളുടെ ഹൃദയത്തിൽ സംഭവിക്കണം. അതത്രേ ക്രിസ്മസ്. അതേ ദൈവമക്കളെ, നിങ്ങളുടെ ഉള്ളത്തിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ദാവീദിന്റെ പട്ടണമാകുന്ന ബെത്ലഹേമിൽ യേശു ജനിച്ചതുപോലെ വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഹൃദയമാകുന്ന ബെത്ലഹേമിൽ യേശു ഇന്ന് ജനിക്കുമാറാകട്ടെ. ഹാപ്പി ക്രിസ്മസ്. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.